ഹലോ ഗൈസ്, ഇത്തിരി ലേറ്റ് ആയിട്ടാണെങ്കിലും സ്റ്റൈലായിട്ട് വരുന്ന ഒരു മിനി വ്ളോഗാണിത്. ഇത്രയും സന്തോഷത്തോടുകൂടി ഞാനിത് എങ്ങോട്ടാണ് ഒരുങ്ങി പോകുന്നതെന്നറിയാമോ? കുറച്ചധികം നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഞാൻ ഈ ഷർട്ട് വാങ്ങിച്ചിരിക്കുന്നത് അജിയോ എന്നാണ്. അജിയോ എന്ന് പറയുന്നത് നമ്മുടെ റിലയൻസ് ട്രെൻഡ്സിൻ്റെയൊക്കെ ഓൺലൈൻ വെബ്സൈറ്റാണ്. അതിനകത്ത് ഡിസ്കൗണ്ട് ഉള്ള ടൈമിൽ വാങ്ങുവാണെങ്കിൽ നല്ല റേറ്റ്സിന് നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം പർച്ചേസ് ചെയ്യാം. അതൊരു ഓവർ സൈസ്ഡ് ആയിട്ടൊരു ജാക്കറ്റ് പോലെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു വൈറ്റ് ക്രോപ്പ് ടോപ്പും ഒരു ബ്ലൂ ജീൻസും ആയിട്ടാണ് ഇത് പെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഷർട്ട് ആയിട്ട് നമ്മൾ ജാക്കറ്റായിട്ട് വെയർ ചെയ്യുമ്പോഴത്തേക്കും അത് ആ സ്ലീവ്സും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റൈലിഷ് ലുക്ക് ഉണ്ടാവും എന്ന് തോന്നി. പിന്നെ മേക്കപ്പ് എല്ലാം ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വിങ്ഡ് ഐലൈനർ ലുക്ക്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെർഫ്യൂം എപ്പോഴും എനിക്കൊരു വീക്ക്നെസ്സാണ്. ഞാൻ എവിടെ പോയാലും പെർഫ്യൂം അടിച്ചിട്ടേ പോകാറുള്ളൂ. പെർഫ്യൂം അടിക്കുമ്പോഴത്തേനും എന്തോ ഒരു എക്സ്ട്രാ കോൺഫിഡൻസും കൂടി ബിൽഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഞാനൊരു വാച്ച് പെയർ ചെയ്യുന്നുണ്ട്. ഒരു ഗോൾഡൻ വാച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് ഹാൻഡിലൊരു ബ്രേസ്ലെറ്റ് ബാങ്കിളാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ആൻറ്റി ഗോൾഡിൻ്റെ ഒരു ഫിനിഷാണ് വന്നിരിക്കുന്നത്. പിന്നെ ഗോൾഡ് ഫിനിഷിനുള്ള ഒരു റിങ്ങാണ് സ്റ്റൈൽ ചെയ്യണത്. എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും ഒരു സ്റ്റൈലിഷ് ലുക്ക് ആയിട്ടുണ്ടല്ലേ. ഞാൻ ഈ ലുക്ക് തന്നെയാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് നമ്മുടെ വ്ളോഗിൻ്റെ മെയിൻ പാർട്ടിലേക്ക് കടക്കാവേ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഈ ഒരു ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. നമ്മളിന്ന് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എയർപോർട്ടിൽ നമ്മളുടെ ചക്രാസിനെ പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. എൻ്റെ സിസ്റ്ററും ബ്രദർ ഇൻ ലോയും നീസസും വരുന്നുണ്ട്. ഞാൻ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. എല്ലാ ദിവസവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരൊത്തിരി മിസ് ചെയ്യുവേ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്തായാലും ഇവർ ഡിസംബറിലാണ് എപ്പോഴും വെക്കേഷൻ വരാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ വർഷത്തിൽ ഡിസംബർ ആവാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഞാനും ഡാഡിയും മമ്മിയും കസിൻ ബ്രദറും കൂടിയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. അവരുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് 10 മണിക്കായിരുന്നു. എന്നാലും കുറച്ച് നേരത്തെ ആണെങ്കിൽ അവിടെ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു സ്കീമിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്ന് വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നേരെ എയർപോർട്ടിൻ്റെ അറൈവൽ സെക്ഷനിലേക്ക് ചെന്നു. ആ സമയമായപ്പോഴത്തേക്ക് അവരുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ അവരുടെ ബാഗേജ് ക്ലിയറൻസ് കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കുറച്ചധികം ടൈം എടുത്തു. ആ സമയം കൊണ്ട് നമ്മളിവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു പീക്ക് ലെവൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കിഡീസിനെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ ഓടി നടന്ന് എല്ലായിടത്തും നിന്ന് നോക്കുമായിരുന്നു. ഓരോ സ്ഥലത്തും പോയി ഗ്ലാസിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അവരുടെ ലഗേജ് വരാനായിട്ട് കുറച്ചധികം സമയം എടുത്തായിരുന്നേ. അങ്ങനെ വെയിറ്റ് ചെയ്ത് അറ്റ് ലാസ്റ്റ് നമ്മൾ അവരതേ കണ്ടായിരുന്നു. ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് നമ്മൾ അവരതേ കണ്ടു കഴിഞ്ഞപ്പോൾ ഹായ് പറയുകയാണ് നമ്മളെ കെസിയ ചെറുതായതുകൊണ്ട് അത്ര എക്സൈറ്റ്മെൻറ്റ് അവൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നണേ. പക്ഷേ കേറ്റ്ലിൻ ഇവിടെ ഉണ്ടായിരുന്നതായതുകൊണ്ടും എൻ്റെ ബെസ്റ്റ് ബഡ്ഡി ആയതുകൊണ്ടും കണ്ട പാടെ തന്നെ അവളവിടെ നിന്ന് ഓടി വന്ന് ഞങ്ങൾ ഹഗ് ചെയ്തു. പിന്നെ അവളെയും പൊക്കിയെടുത്ത് ഞാൻ ഇപ്പുറത്തേക്ക് പോന്നു. അപ്പോഴത്തേക്കുമാണ് ബാക്കിൽ കുറച്ച് നീങ്ങിയിട്ട് തന്നെയാണ് ഡാഡി മമ്മിയും നിന്നിരുന്നത്. അവർ നൈസായിട്ട് കെസിയനെ പൊക്കിയെടുത്തായിരുന്നു. പിന്നെ ആ ചേച്ചിയും ചേട്ടനും പുറകെ ലഗേജൊക്കെ ആയിട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു പെട്ടെന്ന് അവിടെ ഒരു ട്രാഫിക് ജാം വന്നതുപോലെ ആയിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റിൽ ഹഗ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അവളൊന്ന് പിന്നെ മാറി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊന്ന് ഹഗ്ഗൊക്കെ ചെയ്തത്. അപ്പോഴത്തേക്ക് കെസിയെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് നമ്മളുടെ അടുത്ത് നിന്നിരുന്നത്. നമ്മൾ വീഡിയോ കോൾ ചെയ്ത് എല്ലാ ദിവസവും കാണുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഐ ആം സോ ഹാപ്പി ഓൺ ദിസ് ഡേ.